ജീന, വെള്ളിയാഴ്ചയാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഈ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ ഒരു പരിചയത്തിലുള്ള ആൾ, മറ്റൊരു വിദ്യാർത്ഥി, അവർ വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്ന് ഈ വിദ്യാർത്ഥിയെ വിളിച്ച് ഇറക്കുന്നു. അതിനുശേഷം അവിടെ വെച്ച് സംഘം ചേർന്ന്, കൂടെ ഉണ്ടായിരുന്ന കുറേ ആളുകളൊപ്പം ചേർന്ന് സംഘം ചേർന്ന് മർദ്ദിച്ചു. പിന്നീട് അവിടെ നിന്ന് 3 കിലോമീറ്റർ അപ്പുറമുള്ള മറ്റൊരു ഫുട്ബോൾ കോർട്ടിലേക്ക് ഈ വിദ്യാർത്ഥികൾ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയി അവിടെ വെച്ചും മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ രക്ഷിതാക്കൾ നൽകിയിരിക്കുന്ന ഒരു പരാതി. വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഈ 2 സ്ഥലത്ത് വെച്ചും ഉണ്ടായത് എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. പിന്നീട് ഈ മർദ്ദിക്കുന്ന കാര്യം അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ജീവനക്കാരി അത് കാണുകയും ആ ജീവനക്കാരി ഇത് ഇടപെടുകയും ചെയ്തതോടുകൂടിയാണ് ഈ മർദ്ദിക്കുന്ന ആ ഒരു മർദ്ദനത്തിൽ നിന്ന് മറ്റുള്ളവർ പിന്തിരിഞ്ഞത്. പിന്നീട് ഈ വിദ്യാർത്ഥി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്തായാലും 1 വർഷം മുമ്പ്, ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ് ഈ വിദ്യാർത്ഥി പഠിക്കുന്നത്. സ്പോർട്സ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവിടെ ഇല്ല, നാട്ടിലുണ്ടായിരുന്നില്ല, മറ്റൊരു സ്ഥലത്താണ് പഠിക്കുന്നത്. അവിടെ നിന്ന് അവധിക്ക് ഈ വീട്ടിലെത്തിയപ്പോൾ ആണ് ഈ മർദ്ദനം ഉണ്ടായത്. എന്തായാലും ഈ 1 വർഷം മുമ്പ് ഈ സ്കൂളിൽ ഇവർ തമ്മിലുണ്ടായ ഒരു മത്സരം, ആ മത്സരത്തിലെ തോൽവിക്ക് കാരണം ഈ വിദ്യാർത്ഥിയാണ് എന്നുള്ള ഒരു ആരോപണം ഉയർത്തിയാണ് ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടായത്. അതിനെ ചൊല്ലി ഈ സമൂഹ മാധ്യമങ്ങളിൽ പരസ്പരം പോർവിളികൾ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും രക്ഷിതാക്കൾ അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഈ അവധി ദിവസമായ സ്വന്തം വീട്ടിലെത്തിയപ്പോഴാണ് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി മറ്റുള്ളവർ സംഘം ചേർന്ന് മർദ്ദിച്ചത് എന്നാണ് പരാതി. എന്തായാലും ഈ പരാതിയെ തുടർന്ന് ഞാറക്കൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേസെടുത്ത് പേരിലാണ് ദളിത് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചത്. പോലീസ് കേസെടുത്ത വിശദാംശങ്ങളാണ് സിജോ വർഗീസ് നൽകിയത് കൊച്ചിയിൽ നിന്ന്.